ആണല്ലോ. അപ്പോൾ നമ്മൾ സ്വാമി അടുത്തേക്ക് വന്നാൽ യോഗ ഇവിടെ അഭ്യസിപ്പിക്കുന്ന ഒരാളുണ്ട്. പക്ഷേ നമ്മൾ ഡോക്ടർമാരുടെ കാര്യമൊക്കെ പറയുന്ന പോലെ സൗജന്യമായിട്ട് യോഗ പരിശീലിപ്പിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അതാണോ, സൗജന്യമായിട്ടാണോ യോഗ പരിശീലനം? ആണോ? എന്താ പേര്? വാസു. എത്ര കാലമായിട്ട് തുടങ്ങി? ഇത് തുടങ്ങിയിട്ട് 8 കൊല്ലമായി. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ഇങ്ങനെ അഗ്രഹാരങ്ങളിൽ ഇടമുറിയാതെ വീടുകളാണല്ലോ, അതിനിടയിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട് അല്ലേ? ഒരു സാങ്ച്വറി പോലെയാണ്. ചെറിയ ഒരുപാട് ചെടികളും അല്ലേ? അതെ, മനുഷ്യന്റെ സൃഷ്ടി 2% ഉള്ളൂ. 98% ബാക്കി ജീവജാലങ്ങളാണ്, സസ്യങ്ങളും അവർക്കായിട്ടുള്ള സാങ്ച്വറിയാണ് ഈ തിരക്കിനിടയിലും. അപ്പൊ അതൊരു പ്രത്യേകതയാണല്ലോ, വലിയ തിരക്കിനിടയിൽ ആ തിരക്കിൽ നിന്നൊക്കെ മാറിയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. ചെമ്പോത്തുണ്ട്, മയിലുണ്ട്, കുരങ്ങന്മാർ വരും, ചിലപ്പോ ഇവിടെ വരും, പാമ്പുണ്ട്. ഇവിടെ നാച്ചുറലായിട്ട് വളർന്ന ചെടികളൊക്കെ വളരും. 100% വെള്ളം ഭൂമിദേവി തന്നെ വലിച്ചെടുക്കും. ഒരു ചുട്ടു വെള്ളം എന്ന് പുറത്തു പോകില്ല. ഇതാണ് അകത്ത് ഈ അഗ്രഹാരത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു സ്ഥലമുള്ള കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഒരു നല്ല സ്ഥലമാണ്, നമുക്ക് ആ സ്ഥലം കൂടി ഒന്ന് കാണാം. സ്വാമിയുടെ ഈ സ്ഥലത്താണ്, ഈ കൽപ്പാത്തിയിലെ നഗരവീഥിയുടെ അഗ്രഹാര വീഥിയുടെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്. നമ്മളിത് നേരിട്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇവിടെ പക്ഷികൾക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, തുളസിയുണ്ട്, ഒരുപാട് സാധാരണ ചെടികളുണ്ട്. കൂടുതലും തുളസി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സ്വാമി ഇവിടെ ഉണ്ട്. സ്വാമിയിലേക്ക് വന്നാൽ ഈ ചെടികൾ പലതിനും പേരെനിക്കറിയില്ല. ഇത് തുളസിയുണ്ട്, പിന്നെ എല്ലാം നാച്ചുറലായിട്ട് വളർന്നതാണ്, അതറിയാലോ. എല്ലാം ഉണ്ട്. ഒരു രസമുള്ളൊരു സ്ഥലമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കൽപ്പാത്തി പോലെ ഒരു അഗ്രഹാര വീതിയിൽ ഇവിടെ സാധാരണ രീതിയിൽ ഒരു വലിയ വീട് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. നമ്മളെപ്പോഴും പറയും, ഈ അയ്യപ്പാസിന്റെ പഴയ പരസ്യമുണ്ട്, പുറത്തുനിന്ന് നോക്കിയാൽ അതറിയില്ല, അകത്ത് കയറിയ വിശാലമാണെന്ന് പറയും. അതേപോലെയാണ് ഈ അഗ്രഹാരത്തിന്റെ മുൻപ് വശം ചെറുതായിരിക്കും, പക്ഷെ പുറകുവശം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സ്ഥലമുണ്ട് അല്ലേ? ഗണപതിയുണ്ട് ഇവിടെ. അങ്ങനെയാണ് ഇവിടുത്തെ യജമാൻ. അങ്ങനെ അവിടെ സാക്ഷി ഭാവത്തിൽ ഇതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ മനോഹരമായ ഒരു സ്ഥലമാണ്. ഈ ഒരു ആംബിയൻസ് കൂടി എനിക്ക് പ്രേക്ഷകരെ കാണിച്ചു തരാൻ പറ്റി. അപ്പോൾ പാലക്കാട് അഗ്രഹാര വീതിയിൽ വരുമ്പോഴാണ് ഈ കാഴ്ചയൊക്കെ പറ്റുക. അപ്പോൾ എവിടെയാണ് യോഗാഭ്യാസം നടക്കുക? ഇവിടെ തന്നെയാണ്. 8 കളങ്ങളുണ്ട്. 8 പേർക്ക് ഒന്നിച്ച് പഠിപ്പിക്കും. ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. എത്ര പേരുണ്ട് ഇപ്പൊ പഠിക്കാൻ? കുറച്ച് പേര് വരുന്നുണ്ട്. അവര് തോന്നുമ്പോ വന്നാൽ പഠിപ്പിക്കും. സ്ട്രിക്റ്റ് ആണ്, സ്ട്രിക്റ്റ് ടീച്ചറാണ്. ഫ്രീ ആണ്, ക്ലാസ്സസ് ഒക്കെ ഫ്രീ ആണ്. വെരി ഗുഡ്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ മനോഹരമായ ഒരു അന്തരീക്ഷം കൂടി നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം പുറത്തുണ്ടായിരുന്നതായിട്ട് നമുക്കറിയില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ഗവേഷക കാലത്തെ ഞങ്ങളുടെ സൗഹൃദമാണ്. ഇപ്പൊ എന്ത് ചെയ്യുന്നു മനു? ഞാൻ പ്രൊഫസറാണ്. എവിടെയാ? വടക്കാഞ്ചേരി വ്യാസ NSS കോളേജിലെ പ്രൊഫസറാണ്. കെമിസ്ട്രിയാണ്. അരുൺ പൊളിറ്റിക്സ് ആണ് നമ്മൾ അറിയുന്നത്. ഞങ്ങൾ കാരൂട്ട ക്യാമ്പസിലെ പഴയ സഹപ്രവർത്തകർ കൂടിയാണ്. എല്ലാവരും ഇരിക്കുന്നു. ഞാൻ സുഖമായിരിക്കുന്നു. വൈഫ് ഒറ്റപ്പാലം NSS കോളേജിലുണ്ട്. പിന്നെ എന്റെ മോർണിംഗ് വാക്ക് ആണിത്. എന്റെ സ്വദേശം വടക്കുന്നതാണല്ലോ. മോർണിംഗ് വാക്കാണ്. കുറെ നാളിന് ശേഷമാണ് കാണുന്നത്. താങ്ക് യു. നല്ലൊരു ചെറുപ്പമായി. മനുവിന് പണ്ടൊരു ചെറിയ ബൈക്ക് ഉണ്ടായിരുന്നു. മനുവിന്റെ ബൈക്ക് കൊടുത്തായിരുന്നു ഞങ്ങളുടെ പോക്ക്. തീർച്ചയായിട്ടും എന്റെ കൂടെ ഉണ്ട്. ഇപ്പോഴും ബൈക്ക് ഉണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു സൗഹൃദം. താങ്ക് യു മനു. അപ്പോൾ